ചേട്ടൻ, ചടയമംഗലത്തുകാരുടെ സ്വന്തം ചേട്ടൻ, ശിവദാസ് ചേട്ടൻ, കെ ശിവദാസൻ പിള്ള, BJPയുടെ ദേശീയ സമിതി അംഗം, ഇന്ന് സാക്ഷിയോടൊപ്പം ചേരുന്നു. സാക്ഷിയുടെ അതിഥിയായി. നമസ്കാരം. ചേട്ടനോട് ഞങ്ങളുടെ ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരോടും ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. അതായത് അവരുടെ രാഷ്ട്രീയ രംഗപ്രവേശനം എങ്ങനെയായിരുന്നു, എന്നായിരുന്നു എന്നൊക്കെയാണ് നിങ്ങൾ ചോദിക്കുന്നത്. ആ ചോദ്യം തന്നെയാണ് ചേട്ടനോട് ഞങ്ങൾ ആവർത്തിക്കുന്നത്. ചടയമംഗലത്തിൻ്റെ സ്വന്തം ചേട്ടൻ എന്നറിയപ്പെടുന്ന കെ ശിവദാസ് എന്ന് പറയുന്ന ചേട്ടൻ രാഷ്ട്രീയത്തിലേക്ക് രംഗപ്രവേശനം ചെയ്ത കാലഘട്ടം എന്നായിരുന്നു? അന്ന് ചടയമംഗലത്തിൻ്റെ അന്തരീക്ഷം ഏത് രൂപത്തിലായിരുന്നു? ആദ്യമായി ഞാൻ സ്നേഹിക്കുന്ന സാക്ഷി TVക്ക് എൻ്റെ നമസ്കാരം. എൻ്റെ ഏതാണ്ട് 14-ാമത്തെ വയസ്സിലാണ് ഞാൻ RSSുമായി ബന്ധപ്പെടാൻ വേണ്ടി തീരുമാനിച്ചത്. ശരിക്കും പറഞ്ഞാൽ RSS എന്താണെന്ന് അറിയാൻ പറ്റാത്തൊരു കാലഘട്ടമാണ്. ആദ്യം ഞാൻ RSSൻ്റെ ശാഖയിൽ പോകുന്നത്, RSS എന്താണെന്ന് കേട്ടിട്ടില്ല, അതാണ് എൻ്റെ സംഗതി. RSSൻ്റെ ശാഖയിൽ പോകുന്നത് അതിൽ അഭ്യാസം പഠിക്കാം എന്നുള്ള നിലയിലാണ് പോകുന്നത്. അങ്ങനെ ഈ ഫീസ് കൊടുക്കാതെ അഭ്യാസം പഠിക്കാം. അവിടെ ചെന്നപ്പോഴാണ് ഞാൻ ഉദ്ദേശിച്ചതല്ല RSS എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നമ്മുടെ ഭാരതീയ സംസ്കാരവും പൈതൃകവും അതോടൊപ്പം തന്നെ സാമൂഹ്യ ബന്ധങ്ങളും ഒക്കെയാണ് ഞാൻ അതിൽ കൂടെ മനസ്സിലാക്കാൻ തുടങ്ങിയത്. അതിൽ ഞാൻ ആകൃഷ്ടനായി. അങ്ങനെ പല സംഘടനാ പ്രവർത്തനങ്ങളുമായി വളരെ കാലം മുന്നോട്ട് പോയി. അങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് സംഘടനയുടെ ചുമതല ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടം വരുന്നുണ്ട്. എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു കാർഷിക കുടുംബമാണ്. സ്വാഭാവികമായിട്ട് കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്തും അതോടൊപ്പം വിദ്യാഭ്യാസം ഒരുമിച്ച് കൊണ്ടുപോകുന്ന സമയത്താണ് ഇതിൽ ഏർപ്പെടുന്നത്. അപ്പോൾ സാധാരണ വൈകിട്ട് 5 മണിക്കാണ് ഈ ശാഖ പ്രോഗ്രാമുകൾ ഉള്ളത്. അങ്ങനെയുള്ള സമയത്ത് ഞാൻ പെട്ടെന്ന് തന്നെ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാലും പെട്ടെന്ന് വീട്ടിലെ അത്യാവശ്യം ഉള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഞാൻ നേരെ ശാഖയിലേക്ക് പോകും. അങ്ങനെയായിരുന്നു. പിന്നെ എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ കിലോമീറ്ററുകളോളം നടക്കുമായിരുന്നു ശാഖ എടുക്കാൻ പോകുമ്പോൾ. അങ്ങനെ വന്ന് സംഘത്തിൻ്റെ RSSൻ്റെ താലൂക്കിൻ്റെ ചുമതലയിലേക്ക്, കാര്യവാഹക എന്നുള്ള ചുമതലയിലേക്ക് വന്നതിന് ശേഷം, അതിനുശേഷമാണ് എന്നെ ആദ്യം BJP വർക്കിലേക്ക് സംഘത്തിൽ തന്നെ വിടുന്നത്. അത് അടിയന്തരാവസ്ഥ കഴിഞ്ഞുള്ള കാലഘട്ടത്തിലാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ ഈ വർക്കിലേക്ക് നീങ്ങുന്ന സമയത്ത് ഈ രാഷ്ട്രീയമായി ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് രാഷ്ട്രീയ ബന്ധങ്ങളും ഒന്നും ഇല്ലാത്ത കാലഘട്ടങ്ങളിൽ അതിലേക്ക് നീങ്ങുന്നത്. അങ്ങനെ നീങ്ങിയ സമയത്താണ് എന്നെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ള നിലയിൽ ആ പ്രസ്ഥാനവുമായി ബന്ധപ്പെടുന്നു. എനിക്കതിലൂടെ എനിക്ക് ധാരാളം സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും സഹോദരങ്ങളെയൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. അതേ സമയത്ത് എൻ്റെ രാഷ്ട്രീയ പ്രവേശനം ഉണ്ടാവുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അത് ഹിന്ദു മുന്നണി എന്നുള്ള നിലയിലാണ് അസംബ്ലി തെരഞ്ഞെടുപ്പ് നേരിടുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നേരിടുന്ന സമയത്ത് നമുക്ക് അഭിനയങ്ങളോ അഭ്യാസങ്ങളോ ഒന്നുമില്ല. നമ്മൾ സ്വതസിദ്ധമായ രീതിയിലും പ്രവൃത്തിയിലും സ്വഭാവത്തിലുമാണ് എല്ലാവരും അഭിമുഖീകരിക്കുന്നത്. എനിക്ക് ചടയമംഗലം നിയോജക മണ്ഡലത്തിൽ ഒരു വലിയ ഒരു ബന്ധം ആ തലത്തിലേക്ക് എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചു. ചേട്ടാ, അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറഞ്ഞല്ലോ. ഈ അടിയന്തരാവസ്ഥ കാലത്ത് ചേട്ടൻ എന്തെല്ലാം വിഷയങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്? അത് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാമോ? ഈ അടിയന്തരാവസ്ഥയെ സംബന്ധിച്ച് അന്ന് എല്ലാ താലൂക്കിലും, അതായത് 1975 ജൂൺ 25 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ വന്ന സമയത്തിന് RSSൻ്റെ അഖിലേന്ത്യാ നേതൃത്വം തന്നെ തീരുമാനിച്ചു. അടിയന്തരാവസ്ഥയ്ക്കെതിരെ നവംബർ 14 അത് തുടങ്ങുന്നത്, ഈ അടിയന്തരാവസ്ഥ വിരുദ്ധ സമരങ്ങൾ. അങ്ങനെ ആ സമരവുമായി ബന്ധപ്പെട്ടിട്ട് കൊട്ടാരക്കര എല്ലാ താലൂക്ക് കേന്ദ്രങ്ങളിലും അടിയന്തരാവസ്ഥയ്ക്കെതിരെ ഉള്ള സമരം ഉണ്ടാവണം എന്ന് മോഡി നിർദ്ദേശം വന്നു. അങ്ങനെ വന്ന സമയത്തിന് ഞാൻ കൊട്ടാരക്കര ടൗണിലേക്ക് ഈ അടിയന്തരാവസ്ഥയ്ക്കെതിരെ സമരം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും ഉൾപ്പെടെ 7 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഒരാൾ തിരുവനന്തപുരത്തു നിന്നാണ്.
ബാക്കി 6 പേരും ചടയമംഗലത്ത് നിന്നാണ്. ചടയമംഗലത്ത് എന്ന് പറയുമ്പോൾ 2 പേര് എൻ്റെ അനിയന്മാരുണ്ട്. മുത്തമ്മയുടെ മകനും പിന്നെ അമ്മാവൻ്റെ മകനും. പിന്നെ ഒന്ന് നമ്മുടെ പൂങ്കോട്ടുള്ള ബാദംപിള്ള സാറിൻ്റെ മകൻ രാധാകൃഷ്ണനുണ്ട്. പിന്നെ ഒന്ന് നമ്മുടെ പോലെയടുത്ത ഗണതി വിളാഹം പിന്നെ വിജയനുണ്ട്. പിന്നെ ഒന്ന് നമ്മുടെ പിന്നെ പൂങ്കോട്ട് ശശി എന്ന് പറയും. അത് പിന്നെ വെള്ളാറോട്ടത്തായിരുന്നു താമസം. അപ്പം ഞങ്ങൾ 6 പേരും തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ 7 പേരായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെതിരെ സമരം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച് ഞങ്ങൾ നേരെ കൊട്ടാരക്കര ചെന്നു. കൊട്ടാരക്കര ചന്തമുക്കിൽ ചെന്നിട്ട് ഈ അടിയന്തരാവസ്ഥയ്ക്കെതിരെയുള്ള ഈ ലഘുലേഖകളുണ്ട്, കുരുക്ഷേത്രം എന്ന് പറയുന്നത്. ആ കുരുക്ഷേത്രം വാരി വിതറി ഭാരത് മാതാ കീ ജയ് വിളിച്ച് പിന്നെ ചന്തമുക്കിൽ നിന്ന് ഭാരത് മാതാ കീ ജയ് വിളിച്ച് പ്രകടനമാണ്. അപ്പോൾ ഞങ്ങൾ 7 പേരടങ്ങുന്ന പ്രകടനമാണ്. ആ 7 പേര് കണ്ടു നിന്നവർക്ക് 700 തോന്നി എന്നുള്ളതാണ് എൻ്റെ സംഗതി. അപ്പോൾ ചന്തമുക്കി ജംഗ്ഷനിൽ 4 പോലീസുകാർ ഇപ്പോൾ ഉണ്ട്. ഈ സർക്കാരിനെതിരെ അടിയന്തരാവസ്ഥയ്ക്കെതിരെ ആദ്യമായിട്ടാണ് ആ കാലഘട്ടത്തിൽ ഒരു പ്രകടനം നടക്കുന്നത്, മുദ്രാവാക്യം വിളിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ പ്രകടനം മുമ്പോട്ട് ചന്തമുക്കിൽ നിന്ന് നേരെ KSRTC സ്റ്റാൻഡിലേക്ക് നീങ്ങുന്നു. അങ്ങനെ നീങ്ങുന്ന സമയത്ത് ഈ 4 പോലീസുകാരും ചാടി കടയുടെ തിണ്ണയിൽ കയറി തിരിഞ്ഞു നിന്നിളഞ്ഞു. ആൾക്കാരെല്ലാം ഭയന്ന് 2 വഴിക്ക് അങ്ങ് പിന്നെ മാറുക ചെയ്തത്. വാഹനങ്ങൾ 2 വഴിയിലായിട്ടങ്ങ് ഒതുക്കുക ചെയ്തത്. ഞങ്ങൾക്ക് സുഗമമായി 7 പേർക്കും റോഡിൻ്റെ സെൻറ്ററിൽ കൂടെ പ്രകടനം നടത്തി നേരെ ഞങ്ങൾ പിന്നെ KSRTC ജംഗ്ഷനിൽ വരുന്നു. അവിടെ കറങ്ങിയിട്ട് എന്നിട്ട് പോലീസ് വരുന്നില്ല. അവിടുന്ന് നേരെ KSRTCക്ക് ഉള്ളിൽ കയറി. അപ്പോൾ രാവിലെ ഒരു 9 മണി സമയമാകും. ഒരു 500 പേരെങ്കിലും KSRTC ബസ്സിൽ പിന്നെ കയറാനായിട്ട് സ്റ്റാൻഡിലുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങളൊരു 2-3 വലത്ത് KSRTC ജംഗ്ഷനിൽ ഫ്രണ്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നേരത്തെ വഴി. അപ്പോൾ പോലീസ് 2-3 പോലീസ് വന്നു. ആരാടാ സമരക്കാരാന്ന് ചോദിക്കുന്നു. ഞങ്ങൾ മാത്രം അവിടെ നിന്ന്, ബാക്കി എല്ലാവരും അങ്ങ് ദൂരോട്ട് മാറി. അപ്പോൾ അവർ വിചാരിച്ച് നമ്മൾ ഓടുമെന്ന് വിചാരിച്ച്. അവിടെ വെച്ച് പോലീസിൻ്റെ ഒരു മുറയുണ്ടല്ലോ, അത് ചെയ്താണ് നമ്മുടെ വണ്ടിയിലേക്ക് കയറ്റുന്നത്. പിന്നെ ഈ പോലീസ് സ്റ്റേഷനിൽ വേറൊരുണ്ട്, പിന്നെ അതായത് ഇടിച്ചകത്ത് കയറ്റുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ അത് എന്തൊരു നടയടി എന്ന് പറയും. അവിടെ വെച്ച് എല്ലാവരെയും, അപ്പോൾ അന്നത്തെ SI രാമൻ നായർ എന്നാണ് പറയുന്നത്. ആ രാമൻ നായർ പറഞ്ഞ് എല്ലാവരും നല്ലപോലെ കൊടുത്തങ്ങ് അകത്ത് കയറ്റിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരെയും ഇടിച്ച് അകത്ത് കയറ്റി ഞങ്ങളിങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളോടൊപ്പം അതിന് ശേഷം, അതായത് ഈ പിന്നെ CPMൻ്റെ ഒരു 5-6 പേരെ പിടിച്ചവിടെ കൊണ്ടുവന്നു. അവർ പിന്നെ അവിടുന്ന് ഒരു കൊടി ഉയർത്തി എന്നുള്ളതാണ് അവർക്കുള്ള കേസ്. അത് അഡ്വക്കേറ്റ് മജീദുണ്ട്, അവർക്കെതിരെയുള്ള കേസ്. അതെ, അവർ കൊടി ഉയർത്തി. അത് അങ്ങനെയാണ് അവരെ അവിടെ പിടിച്ചിട്ടുള്ളത്. അവരെ കൂടെ ഞങ്ങളുടെ പിന്നെ ഓടൊപ്പം സെല്ലിലിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേന് CPMൻ്റെ ആൾക്കാരെ ഇറക്കിക്കൊണ്ട് അവരെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ അതിൽ എന്തൊക്കെ ദുരൂഹതകളുണ്ട്. അപ്പോൾ ഇറക്കിക്കൊണ്ട് പോകുന്ന സമയത്ത് ഒരു 8-10 പോലീസുകാർ കയറി. പിന്നെ ഈ ലോക്കപ്പ് മർദ്ദനം കേട്ടിട്ടില്ലേ? അത് അങ്ങോട്ട് തുടങ്ങി എന്ന് പറയുന്ന സമയത്തിന് നമ്മൾ അല്പം പോലും മനുഷ്യത്വം ഇല്ലാതെ, നമ്മൾ ഒരാളെ അടിക്കുമ്പോഴും അയാൾ മനുഷ്യനാണ് എന്നുള്ള ചിന്തയില്ലാതെയാണ് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം കുറേ പോലീസ് ഓഫീസർമാർ അവിടെ വരികയും, കാരണം കൊല്ലം ജില്ലയിൽ അന്ന് അവിടെ ഈ നടക്കുന്ന സംഭവം, കാരണം കൊട്ടാരക്കര ഇങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന് ആർക്കും പ്രതീക്ഷയില്ല. ഇതിൻ്റെ 2 ദിവസങ്ങൾക്ക് മുമ്പ് പോലീസ് ഇവിടെ ഈ RSSൻ്റെ പ്രവർത്തനമൊന്നുമില്ല എന്ന് പറഞ്ഞ് എഴുതി വിട്ട സമയമാണ്. അതിൻ്റെ അടുത്ത ദിവസമാണ് നമ്മൾ ഈ സമരം ചെയ്യുന്നത്. അതിൻ്റെ വിരോധവും വൈരാഗ്യവും പോലീസുകാർക്കുണ്ട്. ഈ ലോക്കപ്പ് മർദ്ദനം കഴിഞ്ഞതിന് ശേഷം ഞാൻ ലീഡർ എന്നുള്ള നിലയിൽ, അത് മാത്രമല്ല ലഘുലേഖ മാസത്തിൽ 2 പ്രാവശ്യം ഇറങ്ങുന്നുണ്ട്. കുരുക്ഷേത്രം എന്ന ലഘുലേഖ എനിക്കന്ന് സ്വന്തമായിട്ട് പ്രസ്സുണ്ട്. അപ്പോൾ ഈ ലഘുലേഖ അച്ചടിക്കുന്നത് എവിടെയാണ് എന്ന് അറിയുക എന്നുള്ളത് അവരുടെ ഒരു ആവശ്യമാണ്. പക്ഷെ അതുവരെ അവർക്ക് ലഘുലേഖ എവിടെ പ്രിന്റ് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റി കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ഒരുപക്ഷെ എൻ്റെ പ്രസ്സിൽ ലഘുലേഖ അച്ചടിക്കുന്നില്ലെങ്കിൽ പോലും എനിക്ക് പ്രസ്സുകാരനായ എനിക്ക് ചിലപ്പോൾ അറിയാൻ പറ്റും ഇന്നടത്താണ് അടിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്നെ ഒരു റൂമിലേക്ക് കൊണ്ടുപോവുക. ഒരു 3-4-5 ഓഫീസർമാരുണ്ട്, കുറേ ഇടി വിദഗ്ധന്മാരും ഒക്കെ അവിടെ ഉണ്ട്.
അപ്പോൾ അങ്ങനെ നിന്ന സമയത്ത് അവർ എന്നോട് ചോദിക്കുക, എവിടെയാടാ ലഘുലേഖ അടിക്കുന്നത്, നിന്റെ പ്രശ്നമാണോ? അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, സത്യത്തിൽ എനിക്കത് അറിയത്തില്ല എവിടെയാണെന്നുള്ളത്, എവിടെ പ്രിന്റ് ചെയ്തെന്നുള്ളത് എനിക്കറിയത്തില്ല. അപ്പോൾ നിനക്കറിയത്തില്ല എന്ന് ചോദിച്ചിട്ടാണ് പിന്നെ അടുത്ത പ്രയോഗങ്ങൾ തുടങ്ങുന്നത്. വാസ്തവത്തിൽ ഈ നമ്മൾ ഈ ഷൂസ് ഉണ്ടല്ലോ, പോലീസിന്റെ ഷൂസ് പറയുമല്ലോ, അതിട്ട് കാലിലിട്ട് ഇങ്ങനെ ഞെരടുകയാണ്, ഇങ്ങനെ ഇട്ട് ഞെരടുകയാണ്. അപ്പോഴൊക്കെ നമ്മൾ വേദന കൊണ്ട് പൊളയുക. അതിനുശേഷം ഇവര് ഒരു ലാത്തി എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കെട്ടിയിട്ട്, അതായത് നമുക്ക് കൈ താക്കാനോ എടുക്കാനോ നോക്കില്ല. അങ്ങനെ ചെയ്തിട്ട് നമ്മുടെ ഈ മുതുവത്തും കാലിലും പെടലിയിലും ഒക്കെ അങ്ങനെ അടിയാണ്. അതായത് ഒരർത്ഥത്തിൽ മൂന്നാം മുറ. അപ്പോൾ ഈ പോലീസുകാർ എവിടുന്നൊക്കെയോ കണ്ടു കേട്ടു പഠിച്ച പോലീസ് മുറകളാണ്, മർദ്ദന മുറകളാണ്. അതായത് എന്നെ ഒരു 3/4 മണിക്കൂർ അതിനകത്തിട്ട് അവർക്ക് ചെയ്യാൻ സാധിക്കുന്നതിൽ ഭിത്തിയിൽ ചേർത്ത് ഇടിച്ചു, തല ചേർത്ത് ഇടിച്ചു. പിന്നെ അങ്ങോട്ട് ഭിത്തിയിലോട്ട് തിരിഞ്ഞു നിർത്തിയിട്ട് പിറകെ കൂടെ ഒരു 3-4 പോലീസുകാർ നിന്ന് ഇടിക്കുന്നു. ഇത് പറഞ്ഞാണ് നമ്മളെ ഉപദ്രവിക്കുന്നത്. അങ്ങനെ ഒരു 3/4 മണിക്കൂർ അവർ ശ്രമിച്ചിട്ടും ഇത് കിട്ടുന്നില്ല. കാരണം കിട്ടുന്നില്ല എന്ന് പറയുന്നത് നമുക്ക് പറയാനും ഒക്കില്ല. നമുക്കിത് അറിയില്ലല്ലോ, ഇത് എവിടെ പ്രിന്റ് ചെയ്ത് നമുക്കറിയത്തില്ല. അറിയാമെങ്കിൽ പോലും നമ്മൾ പറയില്ല. ഇനി നമ്മളെ കൊന്നാലും അറിയാമെങ്കിൽ പോലും പറയത്തില്ല. അങ്ങനെ ഒരു 3/4 മണിക്കൂർ പോലീസിന്റെ ഒരുവിധപ്പെട്ട മുറകൾ മൊത്തം നോക്കി. അവസാനം കുനിച്ചു നിർത്തി ഒരു പോലീസുകാരൻ്റെ രണ്ട് കാലിൻ്റെ ഇടയിൽ തല കയറ്റി വെച്ചിട്ട് അപ്പുറവും ഇപ്പുറവും നിന്ന് പോലീസുകാർ ഇടിക്കുകയാണ്. മുഷ്ടി കൊണ്ടിരിക്കുന്നു ഒക്കെ ചെയ്യുന്നു. ആ കൂട്ടത്തിൽ പ്രദേശത്ത് നിന്നിട്ട് ഒന്നും പറയാവുന്നപ്പോഴത്തേന് വേറൊരു പോലീസുകാർ ബൂട്ടിട്ട് ഒരൊറ്റ ചവിട്ട് നടുവിന്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇത്രയും ക്രൂരമായ അനുഭവങ്ങളായിരുന്നു അടിയന്തരാവസ്ഥയിൽ ലോക്കപ്പിൽ വെച്ചുണ്ടായത്. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ശരിക്ക് പറഞ്ഞാൽ അടി കൊണ്ട് വെളിക്കിറങ്ങി എന്ന് പറഞ്ഞിട്ടില്ലേ, അതുവരെ അതിനകത്ത് നടന്നു എന്നുള്ളതാണ് ലോക്കപ്പിനകത്ത്. നിങ്ങളാരും ഒരു പക്ഷേ ഇന്ന് ചിന്തിക്കാത്ത ഒരു സമരം ഉണ്ടായിട്ടുണ്ട്, നിലയ്ക്കൽ സമരം. അപ്പോൾ ഈ നിലയ്ക്കൽ സമരം അവിടെ നടക്കുന്നതിൻ്റെ അതിനോടനുബന്ധിച്ച് ചടയമംഗലത്ത് വലിയൊരു സമരം നടന്നു. അപ്പോൾ ആദ്യമേ ഒരു പോലീസുകാരൻ പറഞ്ഞു വിടുന്നു, ഇവിടെ സമരം നടത്തിയാൽ അറസ്റ്റ് ചെയ്യും എന്നൊക്കെ നമ്മളോട് പറയുകയാണ്. അങ്ങനെ ആ സമരത്തിന് വേണ്ടി എൻ്റെ ഗുരുനാഥന്മാർ നമ്മുടെ രാമേന്ദ്രൻ പിള്ള സാറ്, തട്ടേര രാമേന്ദ്ര സാറ്, ജഗന്നാഥ് പിള്ള സാറ്, തെക്കതിൽ ബാലകൃഷ്ണേട്ടൻ തുടങ്ങിയുള്ള എൻ്റെ ഗുരുനാഥന്മാർ നേതൃത്വത്തിലാണ് ആ നിലയ്ക്കൽ സമരം മുന്നോട്ട് നീങ്ങുന്നത്. ഞാൻ എന്നെ കണ്ടാൽ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനമെടുത്ത് അന്ന് കടയ്ക്കലാണ് ചാർജിങ് സ്റ്റേഷൻ ഉള്ളത്, ചടയമംഗലത്തില്ല. എന്നെ അറസ്റ്റ് ചെയ്യും എന്നുള്ളത് അറിയാം, അതുകൊണ്ട് ഞാൻ മാറി നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അറിയുന്നില്ല അവർക്ക്. ഞാൻ അവിടെയൊക്കെ നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവിടത്തുള്ള മുഴുവൻ ആൾക്കാർ ചടയമംഗലത്തെ സംബന്ധിച്ച് ഇത്രയും ഒരു സമരം നടത്തി പോലീസ് അറസ്റ്റ് ചെയ്ത് കടക്കിലേക്ക് കൊണ്ടുപോകുന്ന രംഗം വേറെ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ഒരു ദിവസം രാത്രി മൊത്തം അവിടെ ഇട്ട് അവിടെ തികഞ്ഞിട്ട് ചടയമംഗലം ഔട്ട് പോസ്റ്റിൽ കൊണ്ടുവന്നിട്ട് അങ്ങനെയായിരുന്നു അതിൻ്റെ സംഗതി. അപ്പോൾ അതിൽ ഇപ്പോൾ രാത്രിയിൽ ആരും ഭക്ഷണം കഴിച്ചിട്ടില്ല. നമ്മൾ ഓടി നടന്ന് എല്ലാ വീടുകളിലും ഭക്ഷണങ്ങൾ ശേഖരിച്ച് അവിടെയൊക്കെ ഭക്ഷണങ്ങൾ കൊടുത്ത് രാത്രി മൂത്രം ഒഴിക്കാൻ പോലും പുറത്ത് പോകാനൊക്കുന്നില്ല. അപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ഗുരുനാഥൻ ജഗന്നാഥുള്ള സാറ്, അദ്ദേഹം കടക്കൽ ലോക്കപ്പിലാണ്. അപ്പോൾ അവിടുന്ന് അദ്ദേഹം അവിടെ നിന്ന് പോലീസുകാരോട് പറഞ്ഞ് മൂത്രം ഒഴിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്, അതുകൊണ്ട് അതിനൊരു അവസരം തരുമെന്ന് ചോദിച്ചു. അപ്പോഴത്തേന് ഒരു പോലീസുകാരൻ പറഞ്ഞ് ശരിയാവട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം പോയി മൂത്രം ഒഴിച്ചിട്ട് ജയനാവള സാറിന് പണ്ട് മുതലേ നല്ല സന്ദർഭം അനുസരിച്ചുള്ള തമാശകളുണ്ട്. ഇദ്ദേഹം തിരിച്ചു വന്നിട്ട് ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ച സുഖം ഉണ്ടായിരുന്നു എന്നാണ് ജയനാവള സാർ പറഞ്ഞത്. അപ്പോഴെല്ലാം പോലീസുകാർ അന്വേഷിക്കുന്നുണ്ട്, ഈ ശിവദാസൻ എവിടെ. ഞാൻ പോലീസിന് 4 വശമുണ്ട്, ഞാൻ ഇവർക്ക് ആഹാരം എത്തിക്കാനും എടുക്കാനും ഒക്കെ വേണ്ടി ഞാൻ നടക്കുകയാണ്. അങ്ങനെ കേരളത്തിൽ നിലയ്ക്കൽ സമരം ഒരു സ്ഥലത്ത്
ഒരു ചടയമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് അത്രയും വിജയിപ്പിച്ചത് വേറെ ഒരു സ്ഥലത്തുമില്ല. പിറ്റേന്ന് ഇവരെല്ലാവരും കോടതിയിൽ ഹാജരാക്കുക. കോടതിയിൽ ഹാജരാക്കി കൊട്ടാരക്കര കോടതിയിലേക്ക് പല പല വണ്ടികളിലായിട്ട് കൊണ്ടുചെന്ന് കോടതിയിലേക്ക് നമ്മൾ തീരുമാനമെടുത്ത് വരിയായിട്ട് കയറിയാൽ മതിയെന്ന്. അപ്പോൾ കോടതിക്കുള്ളിൽ ഇത്രയും പേരെ ഉൾക്കൊള്ളാനൊക്കെ ഇല്ല. അങ്ങനെ ഇവർ നേതാക്കന്മാരെന്നുള്ള നിലയിൽ ജേതാവുള്ള സാറ് പിന്നെ ബാലകൃഷ്ണനായിട്ട് ഇവരെല്ലാം കൂടെ അങ്ങോട്ട് കയറി കുറേ പേര് കയറിയപ്പോഴത്തേന് കോടതി പറയും നിൽക്കട്ടെ എന്ന് പറഞ്ഞ് ബാക്കി വരിയായിട്ട് ഇനി റോഡ് വരെ കിടക്കുക. അത് നമ്മളെ ഒരു പ്രകടനം തന്നെയായിരുന്നു. അങ്ങനെ അവിടെ വെച്ചെല്ലാവരും പിന്നെ വെറുതെ വിട്ടുകൊണ്ട് കോടതി തീരുമാനമെടുത്ത്. ചേട്ടാ, ഈ ചടയമംഗലത്തെ താലൂക്കുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകളും സമരങ്ങളും നടന്നിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ ചടയമംഗലത്തിന്റെ താലൂക്ക് ചടയമംഗലത്ത് തന്നെ ആകണം, അതിന്റെ ആസ്ഥാനം ചടയമംഗലത്ത് തന്നെ ആകണം എന്ന് പറഞ്ഞ് ചേട്ടനൊക്കെ ചെന്ന് സമരം നടത്തിയിരുന്നു. അതേക്കുറിച്ചൊന്ന് പറയാമോ? ശരിക്കും പറഞ്ഞാൽ ഈ ബാബു പോൾ കമ്മീഷനെ അദ്ദേഹം നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിൽ പിന്നെ കേരളത്തിൽ 3 താലൂക്കുകളാണ് വിഭജിക്കാൻ വേണ്ടി തയ്യാറായത്. അത് ഒന്ന് കൊട്ടാരക്കര താലൂക്കാണ്. കൊട്ടാരക്കര താലൂക്ക് എത്രയെങ്കിലും കിലോമീറ്റർ ദൂരെയാണ് കിടക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇതിൻ്റെ പശ്ചാത്തലങ്ങളും പ്രകൃതിയുടെ രീതിയും ഒക്കെ പരിശോധിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു കൊട്ടാരക്കര താലൂക്ക് വിഭജിച്ച് ചടയമംഗലം ആസ്ഥാനമായി താലൂക്ക് പിന്നെ താലൂക്ക് തയ്യാറാക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം വന്നത്. പക്ഷേ സ്വാഭാവികമായിട്ട് ഇതങ്ങനെ നിലനിൽക്കെ ഈ താലൂക്ക് വിഭജിക്കണം എന്നുള്ളൊരു ചിന്ത വന്ന സമയത്തിന് അത് ചടയമംഗലം ഒഴിവാക്കിക്കൊണ്ട് ഇവിടെ താലൂക്കിൻ്റെ ആസ്ഥാനം ചടയമംഗലത്തു നിന്ന് മാറ്റി കിഴക്കൻ മേഖലയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ മഠത്തിൽ മോഹനും ഒക്കെ കൂടെ ചേർന്നിട്ട് അതിനൊരു പിന്നെ ഒരു സംരംഭം ഉണ്ടാക്കുകയും ഒരു സമരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ആദ്യം അവരങ്ങനെ ചിന്തിച്ച് അവരാദ്യം കൂടിയിട്ട് പരമാവധി ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള നമ്മുടെ ചടയമംഗലം കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചാണ് ആ മീറ്റിംഗ് കൂടുന്നത്. അപ്പോൾ നമ്മുടെ മോഹൻദാസ് ഉണ്ട്, അഡ്വക്കേറ്റ് TP മോഹൻദാസ് ഉണ്ട്. അപ്പോൾ മഠത്തിൽ മോഹനുണ്ട്, TP മോഹൻദാസ് ഉണ്ട്. എന്നെ അതിലേക്ക് വേണ്ടി ക്ഷണിച്ചു. അങ്ങനെ ഞാനും അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചപ്പോഴത്തേന് പിന്നെ എന്നെ അതിൻ്റെ ചെയർമാനാക്കി. ഒരു താലൂക്ക് ആസ്ഥാനത്തിന് വേണ്ട അനുബന്ധമായിട്ടുള്ള ഓഫീസുകളെല്ലാം ചടയമംഗലത്തുണ്ട്. ഒരു താലൂക്ക് ആസ്ഥാനത്തിന് വേണ്ട പിന്നെ അനുബന്ധമായിട്ടുള്ള ഓഫീസുകളെല്ലാം ചടയമംഗലത്തുണ്ട്. ചടയമംഗലം അവഗണിച്ച് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളിടത്തായിരുന്നു നമ്മൾ. എനിക്കുണ്ടായ വേദന ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് അതിനെതിരെ നിന്നു. പക്ഷേ ഈ താലൂക്ക് സമരവുമായി ഗംഭീരമായ ചടയമംഗലത്ത് ഗംഭീരമായ ഒരു പ്രക്ഷോഭമാണ് സംഘടിപ്പിച്ചത്. എത്ര 10,000-കണക്കിന് ആൾക്കാർ പങ്കെടുത്തു. രാഷ്ട്രീയമില്ല, ജാതിയില്ല, മതമില്ല, എല്ലാവരും രാഷ്ട്രീയമൊക്കെ അങ്ങോട്ട് മാറ്റി വയ്ക്കിട്ട് ഇറങ്ങി എന്നുള്ളതാണ്. ചടയമംഗലം ജംഗ്ഷനിൽ റോഡ് ഉപരോധിച്ചു. 1.5 മണിക്കൂറോളം ചടയമംഗലത്ത് ഇവിടുത്തെ SI എന്ന് പറഞ്ഞ് കൂടുതൽ സമയം ഉപരോധിക്കല്ലേ, നമ്മളൊരു അരമണിക്കൂർ അന്ന് ഈ റോഡ് ഉപരോധിക്കുന്നതിനെതിരെ കോടതിയിൽ നിന്നൊരു ഇതുണ്ട്. നമ്മൾ ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് റോഡ് ഉപരോധിക്കാനുള്ള സാഹചര്യം തരണമെന്ന് SIയോട് ചോദിക്കാൻ ചോദിച്ചത്. SI പറഞ്ഞ് നിങ്ങളൊരു 1.5 മണിക്കൂർ കൂടുതൽ ഉപരോധിക്കല്ലേ, നമുക്കതൊരു ബലമായി. അങ്ങനെ റോഡ് ഉപരോധിച്ച് നല്ല ഗംഭീരമായ ഒരു പ്രക്ഷോഭം സംഘടിപ്പിച്ച് അന്ന് നിലവിലിരിക്കുന്ന സംസ്ഥാന സർക്കാർ ഇറങ്ങുന്ന അവസാന നിമിഷം അത്. ആ സമയത്ത് എന്തെങ്കിലും പ്രഖ്യാപിച്ചു എന്നുള്ള നിലയിലാണ്. ഒരു പക്ഷേ അങ്ങനെ സംഭവിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിച്ചു. മോഹനെയാണ് പറഞ്ഞു വിടുന്നത്. എൻ്റെ പോക്കറ്റിലെ പൈസ എടുത്തു കൊടുത്താണ് മോഹനെ പറഞ്ഞു വിട്ട് ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങുന്നത് ആ താലൂക്ക് സമരത്തിന്. 28 ദിവസം നീണ്ടു നിൽക്കുന്ന റിലേ നിരാഹാരം ചെയ്ത് അന്ന് ഈ പ്രയാർ ഗോപാലകൃഷ്ണ അസംബ്ലിയിലേക്ക് മത്സരിക്കാൻ നിൽക്കുകയാണ്. പ്രയാർ ഗോപാലകൃഷ്ണനെ ജയിക്കാനുണ്ടായ ഒരു സാഹചര്യം ഈ സമരപന്തലിൽ വന്ന് അദ്ദേഹം ഇതിന് അനുകൂലമായിട്ട് പ്രസംഗിച്ചു. ആ ഒറ്റ കാര്യമാണ് അദ്ദേഹത്തിന് ജയിക്കാനുണ്ടായ കാര്യം. പക്ഷേ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇന്ന് വരെ താലൂക്കിന് ഒരുപാട് താലൂക്കുകൾ പലയിടത്തും രൂപീകരിച്ചിട്ടുണ്ട്. ഇന്ന് വരെ ഒരു പിന്നെ കൊട്ടാരക്കര താലൂക്ക് വിഭജിച്ച് ഒരു താലൂക്ക് വിഭജിച്ച് ഒരു ആസ്ഥാനം ഉണ്ടാക്കുക എന്നുള്ള നിലപാടിൽ നിന്ന് സർക്കാർ മാറിയിരിക്കുക. ഒരു കാര്യം ചോദിച്ചോട്ടെ, BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ കേരളത്തിൽ പോലും നല്ല വേരോട്ടമില്ലാഞ്ഞ ഒരു സമയത്താണ് അങ്ങ് നിയമസഭയിലേക്ക് മത്സരിച്ചു, പഞ്ചായത്തിലേക്ക് മത്സരിച്ചു. എന്തായിരുന്നു ആ സമയത്ത് മനസ്സിലുണ്ടായിരുന്നത്? എന്തായിരുന്നു ആ തിരഞ്ഞെടുപ്പിൽ അങ്ങ് പ്രതീക്ഷിച്ചത്? ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്നുള്ള ചിന്തയൊന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല.
അപ്പോൾ സംഘടനയാണ് അന്ന് ഹിന്ദു മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് അസംബ്ലിയിലേക്ക് മത്സരിക്കണം എന്ന് പിന്നെ തീരുമാനിച്ചത്. അന്ന് എനിക്ക് എതിരെ ഞാൻ മത്സരിച്ചത് ഒന്ന് എൻ്റെ ഒരു അമ്മാവനാണ്, ആ രാധാകൃഷ്ണപിള്ള, പിന്നെ ഒന്ന് മുല്ലക്കര നായനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് ഈ അതിൻ്റെ പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെടലുമായിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് എല്ലാ സ്ഥലത്തും നല്ല രീതിയിൽ അഭിപ്രായങ്ങൾ വന്നു. അങ്ങനെ ഇവിടുന്ന് ഏതാണ്ട് കൊല്ലായിൽ വരെ ആ ഒരു രീതിയിൽ വന്നു. അത് ഒരു മത്സര രംഗത്തേക്ക് കയറാനുള്ള ഒരു അവസരമായിട്ട് മാറി. അങ്ങനെ അന്ന് വളരെ കുറച്ച് വോട്ട്, ഒരു 10,000 വോട്ട് ആണ് അന്ന് പിടിക്കുന്നത്. പക്ഷേ എന്നാലും സമൂഹത്തിനിടയിൽ എനിക്ക് ആ തരത്തിലൊരു ബന്ധം ഉണ്ടാക്കാൻ സാധിച്ചു. പിന്നെ അതിനുശേഷമാണ് വരുന്ന ആദ്യത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് അന്ന് 9 വാർഡാണ് ചടയമംഗലം പഞ്ചായത്തിലുള്ളത്. ഈ 9 വാർഡിൽ 1-ാം വാർഡാണ് എൻ്റെ വാർഡ്, ചടയമംഗലം 1-ാം വാർഡ്. അപ്പോൾ ഇതിൽ ഏതാണ്ട് 900-ഓളം അടുത്ത് വോട്ടർമാരേ ഉള്ളൂ അന്ന്, ഓരോ വാർഡിലും അന്ന്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഏതാണ്ട് 220-ന് പുറത്ത് ന്യൂനപക്ഷ വോട്ടുള്ള വാർഡായത്. 900 വോട്ടിൽ 220-ന് പുറത്ത് ന്യൂനപക്ഷ വോട്ടുള്ള വാർഡാണിത്. അപ്പോൾ ഞാൻ RSSകാരനായിട്ടാണ് നിന്ന് മത്സരിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും തോന്നി എന്തായാലും ഇത് മറ്റ് മതത്തിൽപ്പെട്ട ആൾക്കാരെതിരായിട്ട് നിൽക്കും എന്ന് തോന്നി. എൻ്റെ അനുഭവം പറഞ്ഞാൽ അത് എതിരായിട്ട് നിന്നില്ല എന്നുള്ളത് മാത്രമല്ല, എനിക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി തയ്യാറായിട്ട് ഇറങ്ങി എന്നുള്ളതാണ്. ഞാൻ ആ സമയത്ത് എൻ്റെ പ്രസ് കിടക്കുന്നത് ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാളുണ്ട്. ഞാൻ ഒരു പിന്നെ കാരണവരെ പോലെ കരുതുന്ന അനീഫ മുതലാളി എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ കെട്ടിടത്തിലാണ് എൻ്റെ പ്രസ് കിടക്കുന്നത്. അത് ഈ അടിയന്തര സമയത്ത് അദ്ദേഹത്തിൻ്റെ കെട്ടിടത്തിലാണ് പ്രസ് കിടക്കുന്നത്. എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അദ്ദേഹം അവിടെ എന്നെ ആ പ്രസ്സിന് വേണ്ടിയിട്ട് സ്ഥലം തരുന്നതും ഞാൻ പ്രസ് നടത്തുന്നതിലൊന്നും അദ്ദേഹത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അപ്പോൾ ഈ ആ ഇലക്ഷനിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ഇവിടുത്തെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും അവർക്ക് എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ എന്നെ കാണാനാണ് വരുന്നത്. എന്നെ കാണാൻ ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ കേസായാലും ശരി, അതിലൊക്കെ നമ്മൾ ഇടപെടും, ബന്ധപ്പെടും ഒക്കെ ചെയ്യും. പിന്നെ എനിക്ക് 98 വോട്ട് ഭൂരിപക്ഷം കിട്ടി ആ ഇലക്ഷനിൽ. പഞ്ചായത്ത് ഇലക്ഷനിൽ 98 വോട്ട് ഭൂരിപക്ഷം കിട്ടി. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ജാതിമത ഭേദമെന്നെ എനിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്ത് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു. അതാണ് ആ വിജയം എന്ന് പറയുന്നത്. എൻ്റെ ജീവിതവും ആ തലത്തിലേക്ക് തന്നെയാണ് നീങ്ങിയിട്ടുള്ളത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ഥാനാർത്ഥി നിന്നു 98 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അങ്ങ് തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ 5 വർഷക്കാലം ഒരു പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ ചേട്ടൻ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? എനിക്ക് എൻ്റെ അതിലുണ്ടായ ഒരു അനുഭവം, ഞാൻ മാത്രമേ ഉള്ളൂ BJPക്കാരനായിട്ട്. പിന്നെ അതിൽ 4 CPIക്കാരുണ്ട്, 3 CPMൻ്റെ ആളുണ്ട്, പിന്നെ 2 കോൺഗ്രസിൻ്റെ ആളുണ്ട്, 1 ഞാൻ BJP. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും ഒരു കുടുംബത്തിലെ ആൾക്കാരെ പോലെയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ എല്ലാവരും അഭിപ്രായങ്ങൾ പറയും, ചർച്ചകൾ ചെയ്യുകയൊക്കെ ചെയ്യും. എങ്കിൽ മാത്രമേ നമുക്കൊരു ഗ്രാമപഞ്ചായത്തിലെ പ്രവർത്തനങ്ങളും വികസനങ്ങളും മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ അന്ന് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു വിഷയം, ഈ നമ്മുടെ ഈ 2 റോഡുണ്ട്. ഒന്ന് കുഞ്ഞായപ്പ ക്ഷേത്രത്തോട്ട് റോഡ്, എല്ലാ മകരവിളക്കിനും ആ റോഡ് വൃത്തിയാക്കേണ്ടതായിട്ട് വരും, എല്ലാ മകരവിളക്കിനും. അപ്പോൾ അങ്ങനെ വന്ന സമയത്തിന് പിന്നെ ഇതുപോലെ നമ്മുടെ മഞ്ഞപ്പാറയ്ക്ക് ഉള്ള റോഡുണ്ട്. ഈ മഞ്ഞപ്പാറയ്ക്കുള്ള റോഡെന്ന് പറയുന്നത് നമ്മളിങ്ങോട്ട് കയറുന്നിടത്തുണ്ടല്ലോ, പിന്നെ ഉണക്കായാൽ ഭയങ്കര പൊടിയാണ്, മനുഷ്യൻ നടന്നു പോകാനൊക്കത്തില്ല, ഭയങ്കര പൊടിയാണ്. പക്ഷേ മഴയായാൽ അത് ഏതാണ്ട് വണ്ടിയെല്ലാം അവിടെ ടയർ വരെ താന്ന് പിന്നെ മണ്ണിൻ്റെ അടിയിലേക്ക് പോകും. അങ്ങനെയായിരുന്നു അവിടുത്തെ. അപ്പം ഞാൻ ഈ നിർദ്ദേശം ഞാൻ പറഞ്ഞ് ഈ 2 റോഡിൻ്റെ നിർദ്ദേശം ഞാൻ വെച്ചു. പ്രധാനപ്പെട്ട ചടയമംഗലം പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട റോഡുകൾ എന്നുള്ള നിലയിൽ എല്ലാവരും ഐക്യകണ്ഠേന സപ്പോർട്ട് ചെയ്തു. ഇപ്പം ഈ റോഡ് ചെയ്തത് പോലും ഞാൻ ആദ്യം ഒരു പിന്നെ എഞ്ചിനീയറെ കണ്ട് ഈ റോഡ് എങ്ങനെ ചെയ്താൽ കോൺക്രീറ്റ് ചെയ്യാനാണ്. അന്ന് പഞ്ചായത്തിനെ സംബന്ധിച്ചിട്ട് 5000 രൂപ താഴെ ചിലവാക്കാൻ പറ്റൂ. 5000 രൂപ താഴെ ചിലവാക്കാൻ പറ്റും. അന്ന് ആ സമയത്ത് പിന്നെ നമ്മുടെ ശ്രീ മുസ്തഫയാണ് പ്രസിഡന്റ്. എനിക്ക് ഏറ്റവും പിന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ബന്ധു കൂടെ ആയിട്ടുള്ള തുളസിയാണ് വൈസ് പ്രസിഡന്റ്.
അപ്പം ഇതിൽ ഈ എന്ത് നമ്മൾ പറയുന്ന സമയത്തും അത് ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ എല്ലാവരും തയ്യാറാവുന്നു. അത് എല്ലാ വാർഡിലെ കാര്യങ്ങളിലും അങ്ങനെയാണ്. 6 ഇഞ്ച് സോളിങ്, 6 ഇഞ്ചുള്ള മെറ്റൽ കുത്തി ഇങ്ങനെ അടുക്കണം. അടുക്കി പിന്നെ അതിൻ്റെ മുകളിൽ റെഡ് സോയിൽ എന്ന് പറഞ്ഞാൽ പശയുള്ള മണ്ണാണ് റെഡ് സോയിൽ എന്ന് പറയുന്നത്. ആ മണ്ണ് വിതറി അതിൻ്റെ മുകളിൽ വാട്ടർ റോളിങ് എന്ന് പറയും. എന്ന് പറയുമ്പോഴത്തേന് പിന്നെ നമ്മുടെ മറ്റേ ഇതുണ്ടല്ലോ റോഡ് റോളർ, അത് കയറ്റി വെള്ളം ഒഴിച്ച് ഇറക്കണം. അരച്ച് ഇതിൻ്റെ പിന്നെ ഇടയിലേക്ക് അങ്ങ് ഇറങ്ങുക ഇത്. അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ 35 വർഷമായിട്ടും ഈ റോഡിന് ഒരു പിന്നെ ദോഷം വരാത്ത കുഴപ്പം വരാത്ത രീതിയിലാണ് കിടക്കുന്നത്. ഇത് നമ്മൾ 2 കാര്യമുണ്ട്. ഇത് കോൺക്രീറ്റ് നമ്മൾ ഇത് ചെയ്യുന്ന സമയത്തിന് ഇന്നേ വരെ എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ റോഡ് കോൺക്രീറ്റ് ഇതേ രീതിയിൽ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരും ഇത് അത് മനസ്സിലാക്കിക്കൊണ്ടാണ്. അതാണ് ഈ റോഡ് ഇന്നും ഇവിടെ കിടക്കുന്നത്. എനിക്കതിൽ ഒരു അല്പ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായത് ഇന്ന് ഈ റോഡ് പിന്നെ വീതി കൂട്ടി ചെയ്യുന്നത്. അന്ന് 1 ലക്ഷം രൂപ താഴെയാണ് ആ റോഡ് ചെയ്തത്. ഇന്ന് ചെയ്ത് നിർത്തിയിരിക്കുന്ന അവിടം വരെ 1 ലക്ഷം രൂപ. ഇത് 1,10,000 രൂപയാണ് ഇങ്ങോട്ടുള്ള റോഡ് ചെയ്തത്. 38 ലക്ഷം രൂപ മുടക്കി പൂതക്കുഴി കുഞ്ഞേപ്പ റോഡ് ചെയ്ത സമയത്തിന് ആ പിന്നെ ഇതിലെ പിന്നെ നല്ല ഭംഗിയായി ചെയ്ത് കിടക്കുന്ന റോഡിനെ പറ്റി ഒരു വാചകവും ഈ ജനപ്രതിനിധികൾ അവിടെ സംസാരിച്ചില്ല. ചേട്ടാ, കെ ശിവദാസൻപിള്ള എന്ന് നമ്മൾ കേൾക്കുമ്പോൾ സൗമ്യനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, ശാന്ത സ്വഭാവമുള്ള ഒരാൾ എന്നൊക്കെയാണ് ഈ കൊല്ലം ജില്ലയിലാകട്ടെ കേരളത്തിലാകട്ടെ ഒക്കെ അറിയപ്പെടുന്നത്. പക്ഷേ ആ ശാന്തശീലമുള്ള കൊച്ചേട്ടൻ ഈ അടുത്ത ഇടയ്ക്ക് അതിൽ നിന്നും വ്യതിചലിച്ചോ എന്ന സംശയം ഞങ്ങൾക്കും ഉണ്ട്. എന്താണ് അതേക്കുറിച്ച് അങ്ങേക്ക് പറയാനുള്ളത്? എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നുണ്ട് ചില സാഹചര്യങ്ങളും പശ്ചാത്തലങ്ങളുമാണ് എന്നെ ആ തലത്തിലേക്ക് വഴുതി കൊണ്ടുപോയിട്ടുള്ളത്. ഈ തെറ്റിനെ എതിർക്കുക എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിൽ പണ്ട് മുതലേ ഉള്ളതാണ്. ഞാൻ തെറ്റിനെ എതിർക്കാറുമുണ്ട്. അതിൽ പല രീതിയിലാണ് എതിർക്കുന്നത്. നമ്മൾ ഈ പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ചെയ്തു വന്നിട്ടുള്ളത്. ഞാൻ ഇന്നും എൻ്റെ പൊതുപ്രവർത്തനം എൻ്റെ പോക്കറ്റിലെ പൈസ എടുത്താണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാരെ പറ്റിച്ചെടുത്ത് ഞാനിത് ചെയ്യാറില്ല. ഇന്ന് ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നെ കട്ടൻ ചായയും പരിപ്പുവടയും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടില്ല. അതൊക്കെ ഉള്ളതാണത്. ആ കാലഘട്ടങ്ങളിൽ അതൊക്കെ ഉള്ളതാണ്. പക്ഷേ അങ്ങനെ പൊതുജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചു വന്ന അന്നത്തെ രാഷ്ട്രീയവും ഇന്നത്തെ രാഷ്ട്രീയവും തമ്മിൽ ഒരുപാട് വ്യത്യാസമായി. ആ വ്യത്യാസം എൻ്റെ രാഷ്ട്രീയ പാർട്ടിയിലും വന്നു കയറി. പക്ഷെ എനിക്കത് ഉൾക്കൊള്ളാൻ ഒക്കില്ല. എനിക്ക് കമ്മ്യൂണിസ്റ്റുകാരെ നന്നാക്കാൻ ഒക്കുമോ, കോൺഗ്രസ്സുകാരെ നന്നാക്കുമോ, CPI നന്നാക്കാൻ ഒക്കുമോ? എൻ്റെ പാർട്ടിയെ എനിക്ക് നന്നാക്കാനുള്ള അവകാശവും അധികാരവും എനിക്കുണ്ട്. എനിക്ക് രാഷ്ട്രീയത്തിൽ ഞാനിപ്പോൾ ദേശീയ സമിതി അംഗമാണ്. സ്വാഭാവികമായിട്ട് ഞാൻ ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് എൻ്റെ ആ പ്രതികരണങ്ങൾ ഇതേ രീതിയിലാവുന്ന തെറ്റാണ്. ഞാൻ പത്രത്തിൽ വാർത്ത കൊടുത്തു, ഇതനുസരിച്ചിട്ട് ചാനലിന് അഭിമുഖം കൊടുത്തു, ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രീയം പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് സമ്പത്തുണ്ടാക്കാനല്ല, ജനങ്ങളെ സേവിക്കാനാണ്. ഇപ്പം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, എൻ്റെ പാർട്ടി ഉൾപ്പെടെ ഈ യഥാർത്ഥ പൊതുസേവനം എന്നുള്ളതിൽ നിന്നും മാറിയിട്ട് അതിൽ എങ്ങനെ നേതാവാവണം, സമ്പത്തുണ്ടാക്കണം എന്നുള്ള തലത്തിലേക്ക് നീങ്ങുകയും അതിനെതിരെ ഞാൻ ശക്തമായി പ്രതികരിക്കുക എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലുണ്ടായി. അതാണ് ഞാൻ എൻ്റെ പ്രതികരണത്തിലും മറ്റു കാര്യങ്ങളും ഉണ്ട്. അതിലിത്തിരി കുറേ ശോഭിച്ച് സ്വഭാവത്തിൽ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടൊക്കെ എനിക്കറിയാം. ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ. ചില ചുമതലകൾ ഏറ്റെടുക്കുന്നതിൽ വളരെ ഊർജ്ജസ്വലാണ് താങ്കൾ. അങ്ങേ ഈ ശ്രീ കോദണ്ഡരാമ ക്ഷേത്രത്തിൽ നിന്നും ചുമതലയിൽ നിന്നും താങ്കൾ 1 വർഷത്തിനകത്ത് വെച്ച് പെട്ടെന്ന് പിന്മാറുന്ന ഒരു അനുഭവം ഉണ്ടായി. എന്തുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിച്ചത്? അതിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് അതിൻ്റെ മുമ്പ് ഉള്ള ചില വിഷയങ്ങളൂടെ അതിൽ പറയാനുണ്ട്. അത് പറഞ്ഞ് ഇതിലേക്ക് വരുമ്പോഴേ അതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് മനസ്സിലാവും. ഞാൻ പിന്നെ അന്ന് സംഘത്തിൻ്റെ ചുമതലയിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം രാത്രിയിൽ ഈ സംഘത്തിൻ്റെ പൂർണ്ണസമയ പ്രവർത്തകരെ പ്രചാരകന്മാരെന്നാണ് പറയുന്നത്. അത് ഞാനും കൂടെ ഒരു യാത്ര കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ ഒരിടത്ത് ഇരിക്കുന്ന സമയത്ത്
അദ്ദേഹം പറഞ്ഞു നമ്മുടെ ജടായു പാറ ശ്രീരാമദേവൻ്റെ പാത കൊണ്ട് ജടായു പക്ഷി വെട്ടിയിട്ട സ്ഥലമാണെന്ന് പറയുന്നതൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അവിടെ ഒരു ശ്രീരാമൻ്റെ ഒരു ക്ഷേത്രം പണിയണം. അതിനെന്താണ് മാർഗം, എന്താണ് അതിൻ്റെ ഇതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനും അദ്ദേഹം കൂടെ ഇത് ചർച്ച ചെയ്യുന്നു. അതിനെ പറ്റി രാത്രി ഒരു 12 മണിയാവും. അപ്പോൾ ഞങ്ങളിതിലെ യാത്ര കഴിഞ്ഞിട്ട് വരുന്ന സമയമാണ്. അപ്പം അത് കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റ് അദ്ദേഹം കൊട്ടാരക്കരയ്ക്ക് പോയി. എനിക്ക് തിരുവനന്തപുരത്ത് പോകണം, ഞാൻ തിരുവനന്തപുരത്തേക്ക് പോയി. ഇപ്പോഴും എനിക്കത് ശരിക്കും പറഞ്ഞാൽ അത് പറയുമ്പോൾ രോമങ്ങൾ എഴുന്നേൽക്കും. ഞാൻ വൈകിട്ട് ഒരു 8 മണിയോടുകൂടി ഞാൻ ചടയമംഗലത്തെ ജംഗ്ഷനിൽ വന്നിറങ്ങുമ്പോൾ പൂങ്കോട്ടുവിള മാധവൻപിള്ള സാറ് അവിടെ എന്നെ കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വണ്ടി വന്ന് ഇറങ്ങി. അപ്പോഴത്തേക്ക് സാറ് പറഞ്ഞ് ശിവദാസ് ഒരു വിഷയം സംസാരിക്കാനുണ്ട്, നമുക്ക് വീട്ടിലോട്ട് പോകാം, സാറിൻ്റെ വീട്ടിലോട്ട്. അങ്ങനെ ഞാനും സാറും കൂടെ വീട്ടിൽ ചെന്ന് ഇരുന്നിട്ട് സാറ് എന്നോട് പറയുകയാണ്, ഈ നമ്മുടെ സത്യാനന്ദ സരസ്വതി ചെങ്കോട്ട് പോകണം, സത്യാനന്ദ സരസ്വതി സ്വാമികളും ഒരു 5-6 പേരും കൂടെ ഇന്നലെ രാത്രി ഒരു 12 മണിയോടുകൂടി ഇവിടെ വീട്ടിൽ വന്നു. 2 കാറിലാണ് വന്നത്. അവർക്ക് ഈ ജടായു പാറയിൽ ഒരു ശ്രീരാമൻ്റെ വിഗ്രഹം വെക്കണം, അതിന് RSSൻ്റെ സപ്പോർട്ട് വേണം എന്നാണ് പറഞ്ഞത്. ഇത് കേൾക്കുമ്പം അതേ സമയത്ത് ഞാനും ഈ RSSൻ്റെ പ്രചാരകരും കൂടെ ചർച്ച ചെയ്തിരിക്കുക. രണ്ടും ഒരേ സമയത്താണ് നടക്കുന്നത്. മാധവൻപിള്ള സാറിൻ്റെ അവിടെ സത്യാനന്ദ സരസ്വതി സ്വാമി തിരുവടികൾ സംസാരിക്കുന്ന സമയത്ത് അതേ സമയത്ത് ഞാൻ ഈ പ്രചാരകരും കൂടെ സംസാരിക്കുക. അതൊരു ദൈവീകമായിട്ടുള്ള ഒരു പൗരാണികമായിട്ടുള്ള ഒരു പശ്ചാത്തലം അത്. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിനെ അത് ശരിക്കും സ്വാധീനിച്ചു എന്നുള്ളതാണ്. അതിനുശേഷം സ്വാമിക്ക് ഉറപ്പ് കൊടുത്തു. അപ്പോൾ അതിന് പറഞ്ഞതെന്ന് വെച്ചാൽ 1000 കിലോ ഭാരം, 13 അടി ഉയരം, അത് സിമെൻറ്റിലും കമ്പിയിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ചുമന്ന മോളി കയറ്റണം. അന്ന് ഈ പറഞ്ഞ പോലെ എൻ്റെ ഗുരുനാഥന്മാരെന്ന് പറഞ്ഞ എല്ലാവരും, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ജഗന്നാഥ സാറ്, രാമേന്ദ്രപിള്ള സാറ്, തെക്കതി ബാലകൃഷ്ണേട്ടൻ, പിന്നെ നമ്മുടെ ശശിപ്പിള്ള ഉണ്ടല്ലോ, NOC ശശി ഒക്കെ പറഞ്ഞ ശശിപ്പിള്ളയുണ്ട്. അവർ എല്ലാം കൂടെ കൂടിയിട്ടാണ് ഞങ്ങൾ ഇത് ഇന്ന് ആ ജടായു ഇപ്പുറത്ത്, അതായത് നമ്മൾ ആ വെളിയിലത്തെ വീടിൻ്റെ അപ്പുറത്തുനിന്ന് അവിടുന്ന് ചുമന്നാണ് കൊണ്ടുപോകുന്നത്. കാരണം സിമെൻറ്റും കമ്പിയാണ്. അങ്ങനെ 2.5 ദിവസം കൊണ്ടാണ് ഇതിൻ്റെ മോളിൽ കൊണ്ടു ചെല്ലുന്നത്. മോളിൽ കൊണ്ടുചെന്ന് ഈ പ്രതിഷ്ഠ നടത്തുന്ന സമയത്ത് ഈ സമൂഹത്തെ മുഴുവൻ ആൾക്കാരും കൂടി ഞങ്ങൾ കാവൽ കിടന്ന് കുറേ കാലം. അങ്ങനെ കാവൽ കിടന്ന് അപ്പോഴതിന് മുമ്പ് എനിക്കൊരു അനുഭവം ഉണ്ടായത്, കൊട്ടാരക്കര തഹസീൽദാർ ഞാനുമായിട്ട് ബന്ധപ്പെട്ട് ചടയമംഗലത്തെ ഒരു പാറക്കോട് തുടങ്ങാനായിട്ട്. അപ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യൊന്നും വേണ്ട, ഞാൻ ആളായിട്ട് നിന്നാൽ മതി. ഞാൻ ചോദിച്ചു പാറ എവിടെ? അത് നമ്മുടെ ചടയമംഗലം പാറ അടിവാരത്തൊക്കെ ഉണ്ടല്ലോ. അപ്പം നമുക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു ഈ വിഷയം പറഞ്ഞിട്ട് ചടയമംഗലത്ത് ഇറങ്ങിയേക്കരുതെന്ന് പറഞ്ഞു. ഈ വിഷയം പറഞ്ഞ് ചടയമംഗലത്ത് ഇറങ്ങിയേക്കരുത്. ഇങ്ങനെയൊക്കെയുള്ള സ്വാധീനങ്ങൾ വന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ എത്രയെങ്കിലും ദിവസം രാത്രി കാവൽ കിടന്നു അതിനെ സംരക്ഷിച്ചുകൊണ്ട്, എന്നിട്ട് തന്നെ ഒരിക്കൽ ആരണ്ട കയറി അതിൻ്റെ വില്ലോ കമ്പൊക്കെ അമ്പൊക്കെ തട്ടി ഒരിക്കലൊക്കെ ചെയ്തു. പിന്നെ നമ്മൾ അതിനെ ആ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ കൊച്ചുകുട്ടായി കൃഷ്ണകുമാർ അയാൾ ദിവസവും അപ്പോൾ വാനരന്മാർക്ക് സദ്യ കൊടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു, വൈകിട്ട് ആഹാരം. അപ്പോൾ വാനരന്മാർ ഒരുപാട് കൂടും. കറക്റ്റ് 5 മണിക്ക് ഇയാൾ ഭക്ഷണമായിട്ട് ചെല്ലും. അതിൽ അയാളെ കൂടെ രാജേഷുണ്ട്, കണ്ണൻകുട്ടി രാജേഷുണ്ട്. പിന്നെ അതിന് ശേഷം വന്ന് നമ്മുടെ ജയൻ, പഞ്ചായത്ത് മെമ്പറായിട്ടൊക്കെ ജയൻ അതിനെ ആ തലത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. ഇങ്ങനെയൊക്കെ വന്നു, അവിടെ ക്ഷേത്രം പണിഞ്ഞു ഒക്കെ വന്നു. ഇതെല്ലാം ഇതിൻ്റെ പിന്നിലെല്ലാം നമ്മുടെ ആത്മാർത്ഥമായ പരിശ്രമങ്ങളുണ്ട്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റാണത്. അപ്പോൾ അതിൻ്റെ പ്രസിഡൻ്റായിട്ട് ഇരിക്കണം എന്ന് അതിൻ്റെ കുറേ ആൾക്കാർ വന്ന് എന്നോട് സംസാരിച്ചു. എനിക്ക് വാസ്തവത്തിൽ സമയക്കുറവുണ്ട്, പക്ഷേ എന്നാലും നമ്മുടെ സ്ഥലത്തെ ആണല്ലോ എന്നുള്ള ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ അതിന് തയ്യാറായി വന്നു. അപ്പോഴും അങ്ങനെ വരുന്ന സമയത്ത് ഇതിൽ ഈ പലതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടപ്പെടാത്തതായ ചില കാര്യങ്ങൾ വന്ന് പ്രതികരിക്കുന്ന ഒരു സ്വഭാവം എന്നെ സംബന്ധിച്ചിട്ടുണ്ട്. ഞാനത് ആ ഒരു തലത്തിൽ എൻ്റെ പ്രവൃത്തിയും എൻ്റെ ശരീരഘടനയും ഭാവവും ഒക്കെ ആ തലത്തിലൊക്കെ വരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം സ്വാഭാവികമായിട്ട് അത് പലർക്കും അത് ഇഷ്ടപ്പെടാതെയും വരും, നേരത്തെ സൂചിപ്പിച്ച പോലെ. അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കിപ്പോൾ ചാനലിന് മുമ്പിൽ പറയാൻ പറ്റില്ല. അതെന്താണ് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത് എൻ്റെ ഒരു അനുഭവമാണ്. കാരണം നമ്മുടെ രക്തം എന്ന് പറയുന്നത് നമ്മുടെ വിയർപ്പും രക്തവും അതിനുവേണ്ടി അവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്ന് വന്ന് ആർക്കും അറിയത്തില്ല.
അതിനുവേണ്ടി എന്തുമായ കഷ്ടപ്പെട്ടത് എനിക്ക് യോജിക്കാത്ത ഒരു രീതി വന്ന സ്വാഭാവിക എൻ്റെ സ്വഭാവം അനുസരിച്ച് നമ്മൾ മറ്റത് മോഹിക്കുന്നതല്ല, നമ്മളതിനെ പ്രതികരിക്കും. അത്രയേ ഉള്ളൂ അതിൻ്റെ സംഗതി.